നമസ്കാരം ഗൈസ്, ആർജിയാണ്. നമ്മളിന്ന് രാവിലെ ഇച്ചിരി ലേറ്റ് 8 മണിക്ക് എണീറ്റത്. എങ്കിലും കുഴപ്പമില്ല, അടിപൊളിയാണ്. രാവിലെ നല്ല വെയിലാണ് ഇവിടെ. 8 മണിക്ക് ഇത്ര നല്ല വെയിലാണ് ഇവിടെ. അപ്പൊ ഗൈസ്, വീഡിയോ കാണുന്ന എല്ലാവരും ഫോളോ സപ്പോർട്ട് മറക്കരുത്. എല്ലാവരും ഫോളോ സപ്പോർട്ട് ചെയ്യാൻ ശ്രമിക്കാം. 8 മണിക്ക് ഇത്ര ഭയങ്കര നല്ല ചൂടുന്ന നല്ല പൊള്ളുന്ന വെയിലാണ് ഗൈസ്. അപ്പൊ ഇന്നത്തെ ദിവസം ഫുള്ള് മൊത്തം വെയിലടിച്ച് ഇന്ന് ചാവും. ഇന്നാണെങ്കിൽ നമുക്ക് ചന്തയിലൊക്കെ പോകാനുണ്ട്, കുറെ കളൊക്കെ ചെയ്യാനുണ്ട്. അപ്പൊ എന്തായാലും നല്ല രാവിലെ വെയിലാണ്. പെട്ടെന്ന് ഫ്രഷപ്പായിട്ട് ഇവിടെ നിന്ന് പോകാനുള്ള പ്ലാനൊക്കെ ചെയ്യട്ടെ. ആണോ ഗൈസ്, നിഷു എനിക്കാതെ ബെഡിൽ ഫോൺ കളിച്ച് കിടപ്പാണ്. നിഷു ബാ പോവാ തേങ്ങ ഒരു മാറിയതേ. അപ്പോൾ കഴിച്ച് നമ്മൾ രണ്ടാം കൂടി ആറ്റിനടുത്ത് നടന്ന് നമ്മളൊന്ന് ചന്തയ്ക്ക് കൊണ്ടിറങ്ങിയാണ്. ഈ വീഡിയോ ഫോണിൻ്റെ പ്രശ്നമുണ്ട് കഴിച്ച്. ഡ്രാഫ്റ്റ് ചെയ്യുന്ന വീഡിയോസ് ഒന്നും പലതും കാണുന്നില്ല. പലതും പിന്നീട് കട്ടായി പോവാണ് ചെയ്യുന്നത്. എൻ്റെ ഫോണിന് ഫുൾ പ്രശ്നമാണ്. എൻ്റെ ഇൻസ്റ്റം ഫുൾ അൺഇൻസ്റ്റാൾ ആയിട്ട് പുതിയ ഇൻസ്റ്റാൾ ചെയ്യണമെന്ന് തോന്നുന്നു. നിഷു ഓൾറെഡി അവിടെ നിർത്തി. ഞാൻ ഡ്രാഫ്റ്റ് ചെയ്യുന്ന പല വീഡിയോസും എനിക്ക് പിന്നീട് കിട്ടാറില്ല. നിഷു എനിക്ക് വേണ്ടി വെയിറ്റ് ചെയ്തില്ല ഗൈസ്. നിഷു ഓടിക്കളഞ്ഞു. നിഷു ഭയങ്കര ഫാസ്റ്റായിട്ട് പോകുന്നത്. അവിടെ വരുത്തി നമ്മൾ കാണുന്നുണ്ട് ഗൈസ്. അവിടെ വരെ എത്തിയിട്ടുണ്ട് നിഷു ഏകദേശം. അതിലൂടെ പാസ് ചെയ്ത് പോയി പോകും. എന്തായാലും ഞാൻ ഇവിടെ പോട്ടെ, അല്ലെങ്കിൽ ഞാൻ പതുക്കിയായി പോവും. സമയം ലേറ്റായി. അപ്പോൾ ഗൈസ് നമ്മൾ റേഷൻ നാട്ടി വാങ്ങിച്ചിട്ട് താഴെ കട വെച്ചിട്ട് പോവാം. കാരണം നമ്മൾ തിരിച്ച് ചെയ്യുമ്പോൾ റേഷൻ നിറച്ചിട്ടുണ്ടെങ്കിൽ പണിയാവും. നമ്മൾ വരുമ്പോൾ റേഷൻ നിറച്ച് പോകും. അത്രയും മാത്രം ലേറ്റ് ആവാൻ ചാൻസ് ഉണ്ട്. അവിടെ റേഷനിൽ പോയി മാറ്റുക, സാരി വാങ്ങിച്ചിട്ട് പോവാം. അപ്പോൾ ഗൈസ് ഞാൻ ഇവിടുത്തെ റേഷൻ കട, ചെറിയ റേഷൻ കട. അപ്പോൾ ഗൈസ് ബസ് വരുന്നുള്ളൂ. ഇനി ബസ് തിരിച്ച് ഇതിൽ കൂടെ തന്നെ പോവാം. അങ്ങനെ അവിടെ ജംഗ്ഷനിൽ പോയിട്ട് തിരിക്കോളൂ. അപ്പോൾ അതൊക്കെ പോയാൽ അങ്ങോട്ടേക്ക്. അപ്പോൾ കഴിച്ച് നമ്മൾ ബസ് സ്റ്റോപ്പിലേക്ക് പോകണം. ബസ്സിനോട് പോകുമ്പോൾ 10 എടുക്കുള്ളൂ സമയമുണ്ട്. പിന്നെ ശ്രുതിക്കാണെങ്കിൽ വഴി കൂടെ നടക്കുമ്പോൾ തട്ടിമുട്ടി നടക്കുമ്പോൾ ബന്ധുക്കൾ പോകുന്നതൊക്കെ എല്ലായിടത്തും ബന്ധുക്കളാണ്. തട്ടിമുട്ടി നടക്കുന്ന അവസ്ഥയാണ്. വിഷുവിനാണെങ്കിൽ ഇവിടെ എത്ര കൊച്ചി പോയി വീട്ടിൽ പോയി വന്നിട്ട് അതിനാക്കാൻ മതി എന്നുള്ള പ്ലാനിലേക്ക് ഇരിക്കുന്നത്. അവളുടെ എന്റർടൈൻമെന്റ് കൊച്ചി പോയിട്ട് വന്നിട്ട് എപ്പോഴും കച്ചറുണ്ടായിരുന്നു. തമാശക്കാണ്, സീരിയസ് ആയിട്ടൊന്നുമല്ല. നമ്മളെന്തായാലും ബസ് കേട്ടോട്ടെന്ന്.